ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്യൂണ ടിൻ ഫിഷ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് വൈറ്റ് സോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടി നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വലിയ സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ക്യാരറ്റും പിന്നെ ഒരു 2-3 പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് വാടി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വല്ലാണ്ട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ലേ. നമ്മളതിലേക്ക് ഈ ട്യൂണ ഫിഷിൻ്റെ അത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ വെള്ളത്തിലുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ആ ഫിഷൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഇളക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വൈറ്റ് സോസ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഈ ബട്ടറിൽ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അത് കട്ടയില്ലാതെ തന്നെ മാക്സിമം അതിൽ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ പിന്നീട് കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. അത് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മൈദൻ്റെ കട്ടയൊന്നും അങ്ങനെ ഉടഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആണിത് റെഡിയാക്കി എടുക്കുന്നത്. ആ 1 കപ്പ് പാല് മുഴുവനും ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഫുള്ള് ഉടച്ചെടുക്കണം. അതിൽ കൂടുതൽ പാൽ ആവശ്യമുണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടണം. അപ്പോൾ അതുവരെ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മറ്റേ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിൽ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പാപ്രിക്കയുടെ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതുപോലെ ഒന്ന് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചീസി ആയിട്ടുള്ള കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കഷ്ണം ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മൊസറല്ല ചീസിൻ്റെ 1 കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ട്യൂണ ഫിഷിൻ്റെ മസാലയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം. ഞാൻ ട്യൂണ ഫിഷ് നല്ല വേവുന്ന വരെ ഈ മസാല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബെസ്റ്റായിരിക്കും. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉരുട്ടുന്ന ടൈമിൽ നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ മുഴുവൻ വൈറ്റ് സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈറ്റായി കിട്ടും. അപ്പോൾ ഞാനൊരു അത്യാവശ്യം ഒരു 250 ഗ്രാമോളം ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മുടെ സാധാ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഷേപ്പ് ആക്കുക. ഇനി മുട്ടയുടെ മിക്സിലേക്ക് ചേർക്കുക. പിന്നെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കത് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിതാ നമ്മൾ സാധാ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് തന്നെ ആക്കിയിട്ട് 1 മുട്ടയും പിന്നെ അതിലേക്ക് നുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുള്ള മിക്സിൽ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ശേഷം ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കുകയാണ്, നല്ല പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു നോമ്പിനാണ്, കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ നോമ്പിനായിരുന്നു. അപ്പോൾ അന്ന് ടൈമിൽ കിട്ടിയിട്ടില്ല ഒക്കത്തിനും കൂടെ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു സംഭവം. നമ്മുടെ ട്യൂണ ഫിഷ് ആണെന്ന് തന്നെ അറിയുന്നില്ലായിരുന്നു. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് വേറൊരു മോശമായിട്ടുള്ള ടേസ്റ്റ് ഒന്നുമല്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ചീസിൻ്റെയൊക്കെ ആയപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.